ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചെടുക്കണം. അതും ലെവലായി കിടക്കുന്ന പ്ലോട്ട്. ഇനി എങ്ങോട്ടും പോകണ്ട. ഈ കാണുന്ന ലെവലായി കിടക്കുന്ന കിണ്ണം കാഴ്ച ഒരൊറ്റ പീസ് പ്ലോട്ട് 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അതും ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ചുറ്റുപാടും വീടുകളൊക്കെ ഉള്ള ഈ ഒരു പ്ലോട്ട് വരെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ നിന്ന് തിരുമേനി പോണ റൂട്ടിൽ പ്രാപ്പോയിൽ ഈസ്റ്റ് എന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്ലോട്ടിൽ കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞാൽ കേട്ടോ, അതാ ഈ ബസ് പോണ ചെറുപുഴ പോണ ബസ്സാണ് കേട്ടോ. നമുക്ക് ഇതാക്കണ ഈ കാണുന്ന റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡ് വരുന്നത് നമുക്ക് ചെറുപുഴയിൽ നിന്ന് വരുന്ന റോഡാണ്. ചെറുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുള്ളൂ ഇങ്ങോട്ട്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുമേനിയിലോട്ട് പോണ റോഡാണ്. തിരുമേനിയിലോട്ട് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 50 മീറ്റർ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങോട്ട് തന്നെ ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സെൻറ്റ് മേരീസ് ജ്ഞാനായ സിറിയൻ ചർച്ച്, അതുപോലെ തന്നെ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രം. ഇത് രണ്ടും നമുക്ക് ഈ റോഡിനാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ അടുത്താണ് നമ്മളെ പ്ലോട്ട് ഉള്ളത് കേട്ടോ. സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന ചെറുപുഴ, അതുപോലെ വില്ലേജ് വരുന്നത് തിരുമേനിയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം. പിന്നെ അതിന് മുന്നേ നമുക്ക് ഇവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ നമ്മളെ പ്ലോട്ടിനകത്തോട്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിനാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആയുർവേദ ഹോസ്പിറ്റലാണ് ആ കാണുന്നത് കേട്ടോ. പിന്നെ നടക്കുന്ന ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോണ വഴി എന്നതാ ഈ ഒരു ഭാഗത്തുള്ള ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അടുത്തൊരു ലാൻഡ്മാർക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ കാണുന്ന പള്ളിയായിരുന്നു കേട്ടോ, സെൻറ്റ് മേരീസ് ജ്ഞാനായ സിറിയൻ ചർച്ച്. അപ്പോൾ ഈ പള്ളീൻ്റെ അതേ സൈഡിൽ പള്ളീൻ്റെ തൊട്ടപ്പുറത്ത് രണ്ടാമത്തെ പ്ലോട്ടാണ് നമ്മളത്. പിന്നെ നിങ്ങൾ കണ്ണൂരിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ 58 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് കേട്ടോ. അതുപോലെ പയ്യന്നൂരിൽ നിന്നൊക്കെ വരാണെങ്കിൽ ഒരു 39 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ചെറുപുഴയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ. തളിപ്പറമ്പ് നിന്നൊക്കെ ആണെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരമൊക്കെയാണുള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ മൊത്തത്തിലൊന്ന് പോയിട്ട് കാണാം നമുക്ക്. ഇനി ഇങ്ങോട്ട് വരി ചങ്കളി, നമ്മൾ പ്ലോട്ടൊന്ന് വന്ന് നോക്കിയാണ് നിങ്ങൾ ഏതാ മുതൽ നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നോക്കി നമുക്ക് അങ്ങേ തല വരെ മൊത്തം തെളിഞ്ഞ് കാണാം. അങ്ങനത്തെ ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. ഇനി നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ ഏരിയയിലൊക്കെ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ കിണ്ണം കാച്ചൊരു മുതൽ സ്ഥലമാണ് കേട്ടോ. ചുറ്റുപാടും ഉണ്ടാക്കണം 35 സെൻറ്റ് സ്ഥലം ഫുള്ള് ഇതേപോലെ കമ്പി വേലിയൊക്കെ ഇട്ട് അതിൽ തന്നെ ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കിടിലം വ്യൂ കണ്ടെങ്കിൽ നല്ല വ്യൂ ഉള്ള സൈറ്റ് സ്ഥലമാണ്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ 5 സെൻറ്റോ 10 സെൻറ്റോ ഒക്കെ ആയിട്ട് പ്ലോട്ടുകളൊക്കെ ആയിട്ട് വീടൊക്കെ വെച്ച് താമസിക്കാൻ വേണ്ടി അങ്ങനെ പ്ലോട്ടുകളാക്കിയിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു മുതൽ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് വരി, നമ്മളെ സ്ഥലത്തിൻ്റെ അതിൽ ഇതാക്കണം. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഇനി ഈ പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് പ്രാപ്പോയിൽ 1.5 കിലോമീറ്ററിലുള്ള പ്രാപ്പോയിലെത്താൻ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചർച്ചലുണ്ട്. അതുപോലെ തിരുമേനിയിലോട്ട് 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ചർച്ചലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടക്കുന്ന വീടുകളുണ്ട്, അയൽവാസികളൊക്കെ ആയിട്ടുള്ള വീടുകളൊക്കെയാണ് ഇട്ടത്. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1.5 കിലോമീറ്ററിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാപ്പോയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. തിരുമേനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കുന്നത് പ്ലോട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട്. 2 ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുവിധ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇനിയിപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 50 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ടാറിങ് മെയിൻ റോഡിലോട്ട് എത്തുകയും ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പയ്യന്നൂർ പോകാം, തളിപ്പറമ്പ് പോകാം, കണ്ണൂർ പോകാം, എല്ലായിടത്തോട്ടും ബസ് സർവീസൊക്കെ ഉള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻഡ് ഇവിടം വരെയാണ് ഉള്ളത്. ഈ ഒരു സൈഡിൽ കൂടി നമുക്ക് റോഡ് പോകുന്നുണ്ട്. ഇവിടെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകൾ ഈ ഭാഗത്തോട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഈ ഒരു സൈഡിൽ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ അയൽവാസികളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തും ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ടെല്ലാം. പിന്നെ പറമ്പ് ഈ ഒരു സൈഡ് ഇവിടെ എല്ലാം ഫുള്ള് കല്ല് വെച്ച് കെട്ടിയിട്ടെല്ലാം ഉണ്ട് കേട്ടോ. അതിലെല്ലാം ഈ ഒരു ഭാഗത്തും ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കണാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പറമ്പിനകത്തോട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു കേട്ടോ. ഇവിടുന്ന് നോക്കിയാലും നമുക്ക് അങ്ങേ തല വരെ ഫുള്ള് തെളിഞ്ഞ് കാണാം. പിന്നെ ഫുള്ള് മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട് വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലോ വല്ല കവുങ്ങോ തെങ്ങോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നല്ല മണ്ണുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, നല്ല സ്ഥലമാണ് കേട്ടോ. വന്ന് കണ്ട എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ നല്ല കിടിലം മുതൽ സ്ഥലമാണ്. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയ കിണ്ണം കാച്ചൊരു മുതൽ തന്നെയാണ് അല്ലേ. ഈ ജാതി ഒരു മുതൽ വേറെ കിട്ടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് ഇത്രയും നല്ല റോഡ് സൗകര്യവും ടൗണും കാര്യങ്ങളൊക്കെ അടുത്തുള്ളവർക്ക്. ചങ്കളെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ സ്ഥലം കണ്ടില്ല നിങ്ങൾ, നല്ല ലെവലായി കിടക്കുന്ന സ്ഥലം. ഇതിപ്പോൾ ഒരു 35 സെൻറ്റ് സ്ഥലമുള്ളൂ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എവിടെ ഒരു കാടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് കിടക്കുകയാണ്. ഇങ്ങോട്ട് നോക്കി ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് കപ്പ കൃഷി അതുപോലെ ചേമ്പെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇവർ പറമ്പ് നല്ല രീതിക്ക് നോക്കണം കേട്ടോ. അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു സ്ഥലം. ഇപ്പൊ നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്ലോട്ടാണ്. നിങ്ങൾ കണ്ടില്ല നിങ്ങള്, വെട്ടുകല്ലോ അങ്ങനത്തെ വെട്ടുപാറ അങ്ങനത്തെ കല്ലും കൂട്ടങ്ങളൊന്നുമില്ല. വെട്ടുപാറയില്ല, കരിങ്കൽപ്പാറയില്ല, ഒന്നുമില്ല കേട്ടോ. ഫുള്ള് മണ്ണാണ്. കണ്ടില്ല നിങ്ങള്, ഫുള്ള് നോയിക്കോളി. വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ല കിണ്ണം കാച്ചൊരു മുതൽ സ്ഥലം.
ഇനിയിപ്പോൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ സെൻറ്ററിലോ നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ ചുറ്റുപാട് നമുക്ക് തെങ്ങും തൈ നടാം, അതുപോലെ കവുങ്ങും തൈ നടാം, ഫ്രൂട്ട്സ് റംബൂട്ടാനോ ചിക്കുവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാം. നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാം നമുക്ക് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികൾ ചെയ്യാം. തക്കാളി, പച്ചമുളക്, ചേന, ചേമ്പ്, അങ്ങനത്തെ കപ്പ എല്ലാ സാധനങ്ങളും നമുക്ക് അതുപോലെ കൃഷിയെല്ലാം ചെയ്യാം. അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത്. കണ്ടില്ല ഞങ്ങൾ? ഇത് കണ്ടില്ലേ? നല്ല മണ്ണുള്ള സ്ഥലം അല്ലേ? ഏതാ മുതൽ ഒന്നും നോക്കാമല്ലോ അല്ലേ? ഒന്നും നോക്കാല്ല. അപ്പോൾ എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ട എനിക്ക്? സൂപ്പറാണ്. നമ്മളെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മാത്രം അകലത്തിൽ പ്രാപ്പയിൽ ഈസ്റ്റ് കാരണ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. പാർട്ടി ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് 1,10,000 രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമെങ്കിൽ താഴെ ഓണറുടെ നമ്പറെല്ലാം കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം നമ്മളെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.